അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് എജുഫേസ് HSM സ്കോളർഷിപ്പ് പരീക്ഷയുടെ ഒന്നാമത്തെ മോഡൽ എക്സാമാണ്. അപ്പോൾ ഇതിൽ 50 ചോദ്യങ്ങൾ, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നിന്ന് ഏതാണോ ശരി ഉത്തരം എന്നുള്ളത് ചോദ്യ നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നതിൻ്റെ രീതി ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, പരീക്ഷ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യിക്കുന്നതിന് മുമ്പ് 1 മുതൽ 50 വരെ നമ്പർ ഇട്ട് വെക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് 1 മുതൽ 50 വരെ നമ്പർ എഴുതി വെക്കുക. ഓരോ ചോദ്യത്തിൻ്റെയും കറക്റ്റ് ഉത്തരം ഏതാണ്, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഉത്തരം എന്നത് ആ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കണം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണെങ്കിൽ 1 എന്ന നമ്പറിൻ്റെ നേരെ എ എന്ന് എഴുതണം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണെങ്കിൽ 2 എന്ന നമ്പറിൻ്റെ നേരെ സി എന്ന് എഴുതുക. മൂന്നാമത്തതിൻ്റെ ഉത്തരം ഡി ആണെങ്കിൽ 3 എന്ന നമ്പർ ഇട്ടതിൻ്റെ ശേഷം ഡി എന്ന് എഴുതുക. അങ്ങനെ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരം ഏതാണെന്ന് വെച്ചാൽ എഴുതി വെക്കുക. ശരി ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ മാത്രം എഴുതി വെക്കുക. കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആൻസർ കീ വരുന്നതിന് ശേഷം നിങ്ങൾ ഈ എഴുതി വെച്ച പേപ്പർ എടുത്തിട്ട് ആൻസർ കീയും വെച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കുകയും എത്ര ഉത്തരം ശരിയായിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് ഒരു ഉത്തരത്തിന് 2 മാർക്ക് വീതം നിങ്ങൾ നൽകുകയും ഒരു തെറ്റുത്തരത്തിന് 1 മാർക്ക് മൈനസ് നൽകുകയും ചെയ്തിട്ട് ആകെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. 1 മുതൽ 50 വരെ എഴുതി വെക്കുക, നമ്പർ ഇട്ട് വെക്കുക. ഓരോ ചോദ്യത്തിൻ്റെയും കറക്റ്റ് ഉത്തരം ഏത് ഓപ്ഷനായിട്ടാണോ വരുന്നത് അത് നിങ്ങൾ എഴുതി വെക്കുക. ആൻസർ കീ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര കറക്റ്റ് ഉത്തരമായിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. ഒരു ഉത്തരത്തിന് 2 മാർക്ക് വീതം നൽകുക. തെറ്റുത്തരം വന്നിട്ടുണ്ടെങ്കിൽ ഓരോ തെറ്റിനും 1 മാർക്ക് മൈനസ് ചെയ്തിട്ട് ആകെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിക്കുക. പഠന നിലവാരം വിലയിരുത്തുക. അറിയാത്ത ഉത്തരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റുത്തരം നൽകേണ്ടതില്ല, അഥവാ മൈനസ് മാർക്ക് നൽകേണ്ടതില്ല. 90% മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച പഠന നിലവാരത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാം. അതിൽ കുറവ് മാർക്കാണെങ്കിൽ വളരെ ഗൗരവത്തിൽ പഠിക്കുക എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത്. അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, അബ്ആദ് സുന്നത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹുവിന് വാജിബായ സിഫത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 99, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 1. ചോദ്യം നമ്പർ 3, ഖുബായിൽ നബി തങ്ങൾ ഏതാനും ദിവസം താമസിച്ച ഗോത്രം ഏതാണ്? അബു അയ്യൂബുൽ അൻസാരി, ബനു സഖീഫ്, ബനു അംറുബ്നു ഔഫ്, ബത്വനുൽ വാദി. ഇതിലേതിലാണ് നബി തങ്ങൾ ഏതാനും ദിവസം ഖുബായിൽ വെച്ച് താമസിച്ചത്? നാലാമത്തെ ചോദ്യം, റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്അത്താണ്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 22, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 18. ചോദ്യം 5, ലാ ബഅസ തുഹൂർ എന്ന് നബി തങ്ങൾ പറയുന്ന സന്ദർഭം ഏതാണ്? ഓപ്ഷൻ എ രോഗിയെ സന്ദർശിക്കുമ്പോൾ, ഓപ്ഷൻ ബി വുളു ആരംഭിക്കുമ്പോൾ, ഓപ്ഷൻ സി വിപത്ത് സംഭവിക്കുമ്പോൾ, ഓപ്ഷൻ ഡി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ. ചോദ്യം 6, മദ് ആരിൽ നീട്ടേണ്ട ഖദർ എത്രയാണ്? ഓപ്ഷൻ എ 3 അലിഫിൻ്റെ ഖദർ, ഓപ്ഷൻ ബി 1 അലിഫിൻ്റെ ഖദർ, ഓപ്ഷൻ സി 7 അലിഫിൻ്റെ ഖദർ, ഓപ്ഷൻ ഡി 2 അലിഫിൻ്റെ ഖദർ. ചോദ്യം 7, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് എന്ത്? ഓപ്ഷൻ എ ലജ്ജ, ഓപ്ഷൻ ബി കുറ്റബോധം, ഓപ്ഷൻ സി തൗബ, ഓപ്ഷൻ ഡി ഈമാൻ. ചോദ്യം നമ്പർ 8, കല്ലാബൽ റാന എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സക്ത, ഓപ്ഷൻ ബി ഹംസത്തുൽ വസ്ൽ, ഓപ്ഷൻ സി ഹംസത്തുൽ ഖത്അ, ഓപ്ഷൻ ഡി ഖൽഖലത്ത്. ഇതിൽ ഏതുമായിട്ടാണ് കല്ലാബൽ റാന എന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ചോദ്യം നമ്പർ 9, പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ എത്ര തക്ബീറുകൾ ഉണ്ട്? പെരുന്നാൾ നിസ്കാരത്തിൽ 1-ാം റക്അത്തിൽ എത്ര തക്ബീറുകൾ ഉണ്ട്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. 10ാമത്തെ ചോദ്യം,
ഖുത്ബയുടെ ഷർത്തുകൾ എത്ര? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 9. 11ാമത്തെ ചോദ്യം, ഉഹദിൽ കൊല്ലപ്പെട്ട ഖുറൈശികളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 70, ഓപ്ഷൻ സി 23, ഓപ്ഷൻ ഡി 12. 12ാമത്തെ ചോദ്യം, മദനിയായ സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 28, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 114, ഓപ്ഷൻ ഡി 82. ചോദ്യം നമ്പർ 13, മുഅത്തദ് യുദ്ധം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ ഹിജറ 8, ഓപ്ഷൻ ബി ഹിജറ 6, ഓപ്ഷൻ സി ഹിജറ 7, ഓപ്ഷൻ ഡി ഹിജറ 9. 14ാമത്തെ ചോദ്യം, ബുസ്ര രാജാവ് വധിച്ച ദൂതൻ ആരാണ്? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഇതിൽ ആരെയാണ് ബുസ്ര രാജാവ് വധിച്ചത്? ചോദ്യം 15, ഖിയാമു റമളാൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ തറാവീഹ്, ഓപ്ഷൻ ബി നോമ്പ്, ഓപ്ഷൻ സി വിത്തർ, ഓപ്ഷൻ ഡി എഴ്തികാഫ്. 16ാമത്തെ ചോദ്യം, റമളാനിൽ ഒരു സുന്നത്ത് കർമ്മം ചെയ്താൽ ലഭിക്കുന്ന കൂലി എത്രയാണ്? ഓപ്ഷൻ എ 1 ഫർള് ചെയ്ത കൂലി, ഓപ്ഷൻ ബി 70 ഫർള് ചെയ്ത കൂലി, ഓപ്ഷൻ സി 70 സുന്നത്ത് ചെയ്ത കൂലി, ഓപ്ഷൻ ഡി 27 സുന്നത്ത് ചെയ്ത കൂലി. 17ാമത്തെ ചോദ്യം, നോമ്പ് പരിചയാണ് എന്ന ഹദീസിനെ നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും അവൻ ഒഴിവാക്കിയിരിക്കണം എന്ന് വിശദീകരിച്ചത് ആരാണ്? നോമ്പ് പരിചയാണ് എന്ന ഹദീസിനെ നോമ്പിൻ്റെ യഥാർത്ഥ നേട്ടം ലഭിക്കണമെങ്കിൽ ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കണം എന്ന് വിശദീകരിച്ചത് ആരാണ്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം റംലി റളിയല്ലാഹു അൻഹു. 18ാമത്തെ ചോദ്യം, സാധാരണ കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? ഓപ്ഷൻ എ 10 ഇരട്ടി, ഓപ്ഷൻ ബി 70 ഇരട്ടി, ഓപ്ഷൻ സി 10 മുതൽ 700 ഇരട്ടി, ഓപ്ഷൻ ഡി 10 മുതൽ 27 ഇരട്ടി. 19ാമത്തെ ചോദ്യം, ഇത്ഹാഫ് ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഇമാം റംലി റളിയല്ലാഹു അൻഹു. ഇനി 20ാമത്തെ ചോദ്യമാണ്, സുന്നത്തായ നോമ്പുകൾ എത്ര വിധമാണ്? ഓപ്ഷൻ എ 3 വിധം, ഓപ്ഷൻ ബി 4 വിധം, ഓപ്ഷൻ സി 5 വിധം, ഓപ്ഷൻ ഡി 7 വിധം. അടുത്ത ചോദ്യം, റമളാൻ നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ ഹിജറ 4, ഓപ്ഷൻ ബി ഹിജറ 3, ഓപ്ഷൻ സി ഹിജറ 2, ഓപ്ഷൻ ഡി ഹിജറ 5. 22ാമത്തെ ചോദ്യം, ആരുടെ മൗനമാണ് തസ്ബീഹ്? ഓപ്ഷൻ എ അമ്പിയാക്കളുടെ, ബി സ്വാലിഹീങ്ങളുടെ, സി പണ്ഡിതരുടെ, ഡി ഇവയൊന്നുമല്ല. 23ാമത്തെ ചോദ്യം, ഒരു മുത്ത് എന്നല്ല മുദ്ദ് എന്നാണ്, ഒരു മുദ്ദ് എത്ര മില്ലി ലിറ്ററാണ്? എ 800, ബി 600, സി 400, ഡി 200. നോമ്പിൻ്റെ ഫർളുകൾ എത്ര? എ 3, ബി 2, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. അടുത്ത ചോദ്യം, റമളാനിലെ നോമ്പിൻ്റെ നിയത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതിയെന്ന് അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? ഓപ്ഷൻ എ ഹനഫി മദ്ഹബ്, ഓപ്ഷൻ ബി ഷാഫി മദ്ഹബ്, ഓപ്ഷൻ സി മാലിക്കി മദ്ഹബ്, ഓപ്ഷൻ ഡി ഹംബലി മദ്ഹബ്. ഇംസാക്ക് നിർബന്ധമായ വിഭാഗം എത്രയാണ്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 7. 27ാമത്തെ ചോദ്യം, ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 157, ഓപ്ഷൻ ബി 156, ഓപ്ഷൻ സി 146, ഓപ്ഷൻ ഡി 127. 28ാമത്തെ ചോദ്യം, ബിസ്മിയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 17, ഓപ്ഷൻ ബി 19, ഓപ്ഷൻ സി 21, ഓപ്ഷൻ ഡി 18. 29ാമത്തെ ചോദ്യം, ഒരു സാഴ് എത്ര മുദ്ദാണ്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 6. 30ാമത്തെ ചോദ്യം, സക്കാത്തിൻ്റെ അവകാശികൾ എത്രയാണ്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 7. അടുത്ത ചോദ്യം, വിത്തർ 1 പതിവാക്കുന്നതിൻ്റെ വിധി എന്താണ്? അഥവാ ഒരു റക്അത്ത് മാത്രം വിത്തർ നിസ്കരിച്ചിട്ട്
പതിവാക്കുന്നതിൻ്റെ വിധി എന്താണ്? ഓപ്ഷൻ എ വാജിബ്, ഓപ്ഷൻ ബി ഹറാം, ഓപ്ഷൻ സി കറാഹത്ത്, ഓപ്ഷൻ ഡി സുന്നത്ത്. 32ാമത്തെ ചോദ്യം, വിത്തർ ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? നേരത്തെ പറഞ്ഞത് പതിവാക്കുന്നതിൻ്റെ, ഒരു റക്അത്ത് മാത്രം നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഓപ്ഷൻ എ ഖിലാഫുൽ ഔല, ഓപ്ഷൻ ബി കറാഹത്ത്, ഓപ്ഷൻ സി ഹറാം, ഓപ്ഷൻ ഡി വാജിബ്. 33ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നോമ്പ് മുറിച്ച ഉടൻ സുന്നത്താണ് എന്ത്? ഓപ്ഷൻ എ ഭക്ഷണം കഴിക്കൽ, ഓപ്ഷൻ ബി നിസ്കരിക്കൽ, ഓപ്ഷൻ സി അടുത്ത നോമ്പിൻ്റെ നിയ്യത്ത് വെക്കൽ, ഓപ്ഷൻ ഡി ദുആ ചെയ്യൽ. 34ാമത്തെ ചോദ്യം, ഒരു മുദ്ദ് ഭക്ഷ്യധാന്യം സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നൽകുന്നതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ കഫാറത്ത്, ഓപ്ഷൻ ബി ഫിദിയ, ഓപ്ഷൻ സി സാഅ്, ഓപ്ഷൻ ഡി സ്വാദിഖ്. അടുത്ത ചോദ്യം, മറ്റു നാടുകളിലെ 1000 റമദാനുകളേക്കാൾ ശ്രേഷ്ഠമായ സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി മക്ക, ഓപ്ഷൻ സി മസ്ജിദുൽ അഖ്സ, ഓപ്ഷൻ ഡി കഅബ. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. കറാഹത്തായ നോമ്പ് ഏതാണ്? എ പെരുന്നാൾ ദിവസത്തെ നോമ്പ്, ബി അയ്യാമുത്ത് തശ്രീഖ് ദിവസത്തെ നോമ്പ്, ഓപ്ഷൻ സി ഷെക്കിൻ്റെ ദിവസത്തെ നോമ്പ്, ഓപ്ഷൻ ഡി വെള്ളിയാഴ്ച നോമ്പ്. 37ാമത്തെ ചോദ്യം, ഇഹപര മോക്ഷത്തിൻ്റെ മാധ്യമമായിട്ട് ഖുർആൻ വിശേഷിപ്പിച്ചത് എന്താണ്? ഓപ്ഷൻ എ ഖുർആൻ പാരായണം, ഓപ്ഷൻ ബി ദാനം ചെയ്യൽ, ഓപ്ഷൻ സി നോമ്പ്, ഓപ്ഷൻ ഡി നിസ്കാരം. 38ാമത്തെ ചോദ്യം, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ് പതിവാക്കിയ പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ എ അയ്യൂബ് നബി, ഓപ്ഷൻ ബി മൂസ നബി, ഓപ്ഷൻ സി ദാവൂദ് നബി, ഓപ്ഷൻ ഡി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് എത്ര നന്മകളാണ് എഴുതപ്പെടുന്നത്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 70, ഓപ്ഷൻ സി 700, ഓപ്ഷൻ ഡി 40. 40ാമത്തെ ചോദ്യം, ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ എത്ര വിധമാണ്? ഓപ്ഷൻ എ 2 വിധം, ഓപ്ഷൻ ബി 4 വിധം, ഓപ്ഷൻ സി 5 വിധം, ഓപ്ഷൻ ഡി 3 വിധം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലമുള്ള നദി ഏതാണ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി യമുന, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. 42ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. 43ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ രാഷ്ട്രപതിയായത് ആരാണ്? ഓപ്ഷൻ എ ഹമീദ് അൻസാരി, ഓപ്ഷൻ ബി എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. 43ാമത്തെ ചോദ്യം, സമസ്തയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, ഓപ്ഷൻ ബി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ, ഓപ്ഷൻ സി ഹാഷിം ചെറുകുഞ്ഞി കോയത്തങ്ങൾ, ഓപ്ഷൻ ഡി ഷംസുൽ ഉലമ. 44ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സമസ്തയുടെ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ എ ഷംസുൽ ഉലമ, ഓപ്ഷൻ ബി എം ബഷീർ മുസ്ലിയാർ, ഓപ്ഷൻ സി ഉമർ അലി ശിഹാബ് തങ്ങൾ, ഓപ്ഷൻ ഡി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ. 45ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡൻ്റായത് ആരാണ്? ഓപ്ഷൻ എ കണ്ണിയത്ത് ഉസ്താദ്, ഓപ്ഷൻ ബി ഷംസുൽ ഉലമ, ഓപ്ഷൻ സി ചെറുശ്ശേരി ഉസ്താദ്, ഓപ്ഷൻ ഡി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. 46ാമത്തെ ചോദ്യം, SKSSFൻ്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ്, ഓപ്ഷൻ ബി അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ്, ഓപ്ഷൻ സി ജസീബ് വെളിമുക്ക്, ഓപ്ഷൻ ഡി ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി. 47ാമത്തെ ചോദ്യം, SKSSF രൂപം കൊണ്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 1979, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1989. 48ാമത്തെ ചോദ്യം, നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി ബീഹാർ. 49ാമത്തെ ചോദ്യം, കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ എ ആർ ശങ്കർ, ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി ബി രാമകൃഷ്ണ റാവു, ഓപ്ഷൻ ഡി ആർ ശങ്കരനാരായണൻ തമ്പി. അവസാനത്തെ ചോദ്യം ഇതാണ്, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആരാണ്? ഓപ്ഷൻ എ CH മുഹമ്മദ് കോയ, ഓപ്ഷൻ ബി AK ആൻ്റണി, ഓപ്ഷൻ സി K കരുണാകരൻ, ഓപ്ഷൻ ഡി ആർ ശങ്കർ. അപ്പോൾ ഇതാണ് 50 ചോദ്യങ്ങൾ. ഓരോരുത്തരും ഓരോ ചോദ്യത്തിൻ്റെ നേരെ നമ്പർ ഇടുക, കറക്റ്റ് ഉത്തരം ഏത് ഓപ്ഷനാണ് എന്ന് എഴുതുക. ആൻസർ കീ വരുമ്പോൾ എത്ര കറക്റ്റ് ഉത്തരം വന്നിട്ടുണ്ടെന്ന് നോക്കുക. ഓരോ തെറ്റുത്തരത്തിനും ഒരു മൈനസ് മാർക്ക് കൊടുക്കുക. കിട്ടിയ മാർക്ക് എഴുതി വെക്കുക. പഠന നിലവാരം വിലയിരുത്തുക. ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ, എല്ലാവർക്കും സ്കോളർഷിപ്പ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചോദ്യോത്തരവേള, ഈ ക്വിസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ മോഡൽ എക്സാം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.